എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. അനിൽ വെണ്ണിയൂരാണ് കൂടിയുള്ളത്. സാർ നമസ്കാരം. സാർ, നിരവധി ആളുകൾ ജോലിക്കായി തെരഞ്ഞു വിദേശ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നിയറസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരു വലിയ ഒഴുക്കുണ്ടാകുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പഠിക്കാൻ പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ട്, വിസിറ്റിംഗ് വിസയിൽ എമിറേറ്റ്സ് കൺട്രീസിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, GCC കൺട്രീസിലേക്ക് പോകുന്നവരുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ, അതായത് കംബോഡിയ അല്ലെങ്കിൽ മ്യാൻമർ അല്ലെങ്കിൽ ഭൂട്ടാൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസ്, അതായത് നമ്മൾ അത്ര കണ്ട് ഡെവലപ്ഡ് അല്ല എന്ന് നമ്മളുടെ ഒരു ബോധതലത്തിലുള്ള രാഷ്ട്രങ്ങളിലേക്ക് പോലും ജോലി അന്വേഷണത്തിന്റെ ഭാഗമായി പലരും പോകുന്നുണ്ട്. പലയിടങ്ങളിലും വിസ തട്ടിപ്പുകളും അല്ലെങ്കിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നതും ആളുകളുടെ ലൈഫ് തന്നെ വലിയ പ്രശ്നത്തിലായിരുന്നു. ഈവൻ റഷ്യയിൽ പോയ ആളുകൾ റഷ്യൻ പട്ടാളത്തിന് കൂലിപ്പട്ടാളമായി മാറിയതും മരണപ്പെട്ടതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കംബോഡിയ മ്യാൻമറിലേക്ക് പോകുന്ന ആളുകൾ അതിഭീകരമായി ചൂഷണം ചെയ്യപ്പെടുന്ന റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഒരു 25-30 വർഷം കൊണ്ട് ആണ് ഈ ഒരു ക്രൈറ്റീരിയ വരുന്നത്. നമ്മളല്ലെങ്കിൽ തായ്ലൻഡിലോട്ടും കംബോഡിയയിലേക്കൊന്നും ആൾക്കാർ വിസയുമായിട്ട് പോകാറില്ല. ടൂറിസ്റ്റ് വിസയ്ക്ക് പോകുന്നതല്ലാതെ ജോലിക്ക് വിസയായിട്ട് പോകാറില്ല. ഇപ്പോൾ നമ്മൾ ഡിജിറ്റലായിട്ട് നമ്മൾ ഒരു ഡിജിറ്റൽ അപ്രൈസിങ് മൊത്തത്തിലുണ്ടാവുകയും ചൈന അതിൻ്റെ ഒരു ഭാഗമാവുകയും ചെയ്തു. കാര്യം നമ്മൾ ഇന്ത്യയിലുണ്ടായ ഡിജിറ്റൽ അപ്രൈസിങ്ങിനേക്കാളും കൂടുതൽ ഫോഴ്സ്ഫുള്ളായിട്ടും തീവ്രമായിട്ടും ഉണ്ടായ ഒരു രാജ്യമാണ് ചൈന. ഈ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ് മ്യാൻമർ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ. ഇവിടേക്ക് ഒരു ഒഴുക്കുണ്ടായപ്പോഴത്തേക്ക് പലരും ചോദിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കംബോഡിയയ്ക്ക് വിസ കിട്ടി. അപ്പോൾ നമ്മൾ ആലോചിച്ച് കംബോഡിയയിൽ എന്താ ഇത്ര പ്രൊഡക്ഷൻ, അവിടെ എന്താ ഇത്ര ജോലിക്കാരുടെ ആവശ്യം, അവിടെ ഉള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത എന്ത് ജോലിയാണ് നമ്മുടെ ആൾക്കാർക്ക് അവിടെ കോൺട്രിബ്യൂട്ട്. ഇപ്പം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ അവർക്ക് ധാരാളം വരുമാനമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കുറവുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അമേരിക്കയിലാണെങ്കിലും മൈഗ്രേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കംബോഡിയയിലും അപ്പോഴേ നമ്മൾ തായ്വാനിലൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന്. അപ്പോൾ ഈ കോവിഡിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് ചൈനീസ് ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതായിട്ട് നമ്മൾ വാർത്തയിൽ കണ്ടായിരുന്നു. ലോൺ ആപ്ലിക്കേഷൻസ്, ഒരുപാട് ലോൺ ആപ്ലിക്കേഷൻസ്, നമ്മൾ ഫേക്കായിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻസ്, പിന്നെ ഈ ഒരു സൈബർ ബുള്ളിയിങ്ങിന് ഉപയോഗിക്കുന്ന ചില ആപ്ലിക്കേഷൻസ്, പിന്നെ ഈ ഡിജിറ്റൽ അറസ്റ്റിന് ഉപയോഗിക്കുന്ന ചില എക്യുപ്മെൻസും മറ്റു കാര്യങ്ങളും, പിന്നെ ഈ തെറ്റായിട്ടുള്ള വഴിക്ക് ആൾക്കാരെ നയിക്കുന്നതിന് വേണ്ടിയിട്ട്, ആൾക്കാരെ നിർബന്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്യാമ്പുകൾ ഈ രാജ്യങ്ങളിലുള്ളതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നത് ഒരുമാതിരി ഹ്യൂമൻ ട്രാഫിക്കിംഗ് തന്നെയാണ് അവരെ കൊണ്ടുപോകുന്നത്. അവരെ കൊണ്ടുപോകുന്ന ജോലിക്കല്ല അവർ ഉപയോഗിക്കുന്നത്. അതിന് പകരം അവർക്ക് ടാർഗറ്റ് കൊടുത്തിട്ട് ആ ടാർഗറ്റിനനുസരിച്ചുള്ള പൈസ ആൾക്കാരെ തട്ടിപ്പാൻ ഒരുപാട് ക്രെഡിറ്റ് കാർഡുകൾ, ഫേക്ക് കാർഡുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുണ്ട്. കോടിക്കണക്കിന് രൂപ നമ്മുടെ ആൾക്കാരിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, നമ്മൾ പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ മാത്രമേ ഇന്ത്യൻ പോലീസിന് ഇക്കാര്യത്തിൽ കാര്യമായിട്ട് നടപടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ട്രേസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പല സെർവറുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് തായ്ലൻഡ്, മ്യാൻമാർ ആ അതിർത്തിയിലാണ്. അപ്പം മ്യാൻമാർ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾക്ക് നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഈ മ്യാൻമറുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം ക്യാമ്പുകൾ ഉണ്ട്. ഇതൊക്കെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ്. സ്ത്രീകളെ ആണെങ്കിലും പുരുഷന്മാരെ ആണെങ്കിലും അതേ രീതിയിൽ അവർ എക്സ്പ്ലോർ ചെയ്യുകയും അവർ എക്സ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് അവർ ഈ പൈസ ഉണ്ടാക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള ഒരു അധോലോകം അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം ഇന്നലെ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടാണ്. ഇന്ത്യയിലെ പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് കാണുന്നില്ല. 2198 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മ്യാൻമർ അവരെ ബോർഡറും കടന്നിട്ടാണ്. കാര്യം നമുക്കറിയാം, നമ്മൾ ഒരു സൈഡിൽ ഇന്ത്യയിൽ നടക്കുന്ന പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കുന്നത് മ്യാൻമറിൻ്റെ ലാൻഡാണ്. മ്യാൻമറിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ആദ്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് മ്യാൻമറിലേക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തേണ്ടി വന്നു. കാര്യം അവരൊരു മിലിറ്ററി ജണ്ടയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് വെളിയിൽ ആർക്കും മനസ്സിലാക്കാനും പറ്റത്തില്ല, അന്വേഷിക്കാനും പറ്റത്തില്ല. പക്ഷേ അവർക്ക് തന്നെ ഒരു ലോക ജനതയുടെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്രമണങ്ങൾ നടക്കുന്നതായിട്ട് ലോകത്തിലുള്ള പല രാജ്യങ്ങളും പരാതിപ്പെട്ടപ്പോഴത്തേക്കാണ് അവർ ഇന്നലെ 2198 പേരെ അറസ്റ്റ് ചെയ്തു.
ഒരു റെയ്ഡ് നടത്തിയിട്ട്. ഇതിനിടയ്ക്ക് തായ്ലൻഡും കംബോഡിയയും തമ്മിൽ യുദ്ധവും നടക്കുന്നുണ്ടായിരുന്നു, മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഒരു നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ നമുക്ക് സമാധാനം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രഷർ ചെലുത്തിയിട്ടുണ്ടാവണം. ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രഷർ ആയിരിക്കണം. കാര്യം ഈ ക്യാമ്പുകളിൽ ഉള്ളതിൽ കൂടുതലും ഇന്ത്യക്കാരും അതിൽ നല്ലൊരു വിഭാഗം മലയാളികളുമാണ്. നമ്മളറിയുന്നില്ല അവർ കംബോഡിയയ്ക്ക് പോയി അല്ലെങ്കിൽ തായ്ലൻഡിൽ പോയി, ഞാൻ തായ്ലൻഡ് വിസയിൽ പോയി എന്തിനാണ് പോയെന്നോ തിരിച്ച് അവർക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ തടവിലാക്കി അവരെ കൊണ്ട് കൃത്രിമമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കുകയും നിയമപരമല്ലാത്ത കാര്യങ്ങളിലേക്ക് അവരെ ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതിന് ഗവൺമെൻറ്റൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് ഇന്ത്യ ഗവൺമെൻറ്റും ഇതിന് ശക്തമായുള്ള നടപടികൾ ആവശ്യപ്പെട്ടിരുന്നത്. അതാണ് ഇപ്പോൾ ഇന്നലെ നടന്നത്. 2200ഓളം പേരെ അറസ്റ്റ് ചെയ്യേണ്ടായി. ഇനി അതിൻ്റെ അടുത്ത നടപടികൾ എന്താണെന്ന് ലോകരാജ്യങ്ങൾ വളരെ കർശനമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ നമ്മുടെ ആൾക്കാർ പ്രത്യേകിച്ചും ഈ കംബോഡിയ പോലുള്ള രാജ്യങ്ങളിൽ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഈ കാര്യം കംബോഡിയ, തായ്ലൻഡ് ഇങ്ങനെയുള്ള ചൈനീസ് ആയിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ ചൈന ഗവൺമെൻറ്റിനകത്തിൻ്റെ ചൈനയുടെ ലാൻഡ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ അവർ സമ്മതിക്കില്ലായിരിക്കും. പക്ഷേ ചൈനയുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് സ്ഥലങ്ങളും ബോർഡറുകളൊക്കെ ഉപയോഗിക്കാൻ അവർ ചെയ്യുന്നുണ്ടാവും. ഇതിൽ നമ്മൾ നല്ല ജാഗരൂകരായിരിക്കണം. രക്ഷിതാക്കളായാലും ശരി, ഉദ്യോഗാർത്ഥികളായാലും ശരി, വിദ്യാർത്ഥികളായാലും ശരി, പല ഓഫറുകളും അവരെ അന്വേഷിച്ച് വരും. അതെല്ലാം ചതിയിലേക്കുള്ള ഇതാണ്. അപ്പം നമുക്കറിയാവുന്ന ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അന്വേഷിച്ച് വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമേ ഇതിനകത്തോട്ട് പോകാവുള്ളൂ എന്നുള്ളത് ഒരു പൊതു താല്പര്യ പ്രകാരമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്.